ശബരിമലയിൽ ദീപാരാധനയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബിജെപി പ്രവർത്തകൻ രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം വൈകുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, പോസ്റ്റ്മോർട്ടം വൈകുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? ബിജെപി പ്രവർത്തകരുടെ മാർച്ചും നടക്കുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അല്പസമയത്തിന് മുമ്പാണ് തീരുമാനമായത്. അതായത് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ സംസ്കാരം നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ 9:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ശരീരം വിട്ടു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബിജെപി പ്രവർത്തകൻ രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം വൈകുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതനുസരിച്ചാണ് പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും ശവസംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചത്. പോലീസുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടാണ് ശവസംസ്കാരത്തിന്റെ സമയം ഉൾപ്പെടെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ പോലീസിന്റെ കള്ളക്കളി ഇതിൽ വളരെ വ്യക്തമാണ്. പോലീസ് മനഃപൂർവ്വം ഇന്ന് ശവസംസ്കാര ചടങ്ങ് അനുവദിക്കാതിരിക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം വൈകിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇൻക്വസ്റ്റ് നടത്താനോ
RT-PCR ടെസ്റ്റ് വൈകി എന്നുള്ള സാങ്കേതിക കാരണം പറഞ്ഞ് ഇൻക്വസ്റ്റ് വൈകിപ്പിച്ച് പോസ്റ്റ്മോർട്ടം വൈകിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് പോലീസ് നടത്തിയത്. ഇതൊരു മൃതദേഹത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിലും ഒരു സർക്കാർ സംവിധാനം ചെയ്യാത്ത കാര്യമാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് ഒരു നിയമവും RSS BJPക്ക് മറ്റൊരു നിയമവുമാണ്. കേരള സർക്കാരിൻ്റെ അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണിത് കാണിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള അമർഷവും പ്രതിഷേധവും ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ഒരു കൊലപാതകം നടന്ന് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ ആ പോലീസ് നടപടിയോട് സഹകരിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഒരു ദൗർബല്യമായിട്ടല്ല, മറിച്ച് ഇത് ഒരു ഗവൺമെൻറ്റും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയാമെന്ന് തീരുമാനിച്ചത്. ആലപ്പുഴയിൽ BJP പ്രവർത്തകൻ രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം വൈകുകയാണ്. വിഷയത്തിലാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത്. ശരണ്യ, തുടരാം. നിലവിലത്തെ സാഹചര്യം ഇതാണ്. അതായത് രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അത് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി, പോലീസിന്റെ ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, കുറച്ചു നേരത്തെ ഒരു പ്രതിഷേധമടക്കമുള്ള ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. BJP പ്രവർത്തകർ മോർച്ചറിയിലേക്ക് തള്ളിക്കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥലത്ത് വലിയ തോതിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട സാഹചര്യമല്ല ഇത് എന്ന് ഇപ്പോൾ കേസിനടക്കമുള്ള ആളുകൾ BJP പ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് അതേസമയം അവർക്ക് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നതിലുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടികൾ വൈകുന്നത് എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുന്നിലുണ്ട്. മറ്റ് പ്രവർത്തകരുമായി നിൽക്കുകയാണ്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം വൈകിട്ട് 6 മണിയോടുകൂടി വീട്ടിലെ പൊതുദർശനവും കഴിഞ്ഞ് മടക്കിക്കൊണ്ട് പോയി വലിയൊഴിക്കൽ സംസ്കാരം നടത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അക്കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടില്ല. ഒന്ന്, കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വൈകിയെന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിലും വൈകൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ ഇതുവരെ ഫോറൻസിക് സർജന് ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ മാത്രമേ ഫോറൻസിക് വിഭാഗത്തിന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. ഇൻക്വസ്റ്റ് നടപടികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇവിടെ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. നാളെ രാവിലെ 9:30 മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടു നൽകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രവർത്തകരോട് നാളെ 9 മണിയോടുകൂടി തന്നെ ഇവിടെ എത്താനായി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിലാപയാത്ര അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും അത് അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടക്കാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ഒരു നീക്കത്തിന് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഷാന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ ഭൂരിഭാഗം ആളുകളും അവിടെ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യവും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ ഭാഗത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും അപ്പുറം ആളുകൾ എത്തി എന്നുള്ളതാണ് വസ്തുത. മറിച്ച് ഈ രണ്ടിടങ്ങളിലും ഒരുപോലെ ആളുകൾ തടിച്ചുകൂടിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിവരം. ഇന്ന് കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കില്ല. നാളെ 9:30 മൃതദേഹം വിട്ടു നൽകുക എന്നുള്ളത് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്കാരം നാളത്തേക്ക് മാറ്റിയതായാണ് ഒടുവിൽ നൽകാനുള്ള വിവരം. ശരി, രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം വൈകുന്നതിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ മോർച്ചറിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KB മണിക്കുട്ടനാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. പമ്പ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ആന ആക്രമിക്കാൻ പാഞ്ഞെടുത്തപ്പോൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ മണിക്കുട്ടൻ അടിതെറ്റി വീഴുകയായിരുന്നു.
കൊണ്ടോട്ടി തൃപ്പനച്ചിയിൽ തെരുവുനായ ആക്രമണം. വയോധികയെ ആക്രമിക്കുന്ന ദൃശ്യം പ്രദേശത്തെ സിസിടിവിയിൽ പതിഞ്ഞു. കിഴിശ്ശേരി മഞ്ചേരി റോഡിൽ തൃപ്പനച്ചി, സൌത്ത് തൃപ്പനച്ചി എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷം. അടുത്ത ദിവസങ്ങളിൽ നിരവധി പേർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പത്തനംതിട്ട കോയിപ്രത്ത് മൃതദേഹം പാതി കത്തിയ നിലയിൽ കണ്ടെത്തി. കോയിപ്രം കടപ്ര സ്വദേശി ശശിധരൻ പിള്ളയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി അറിയിച്ചു. കൊട്ടാരക്കര MC റോഡിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ തോമസ് കുട്ടിയും ശാന്തമ്മ തോമസുമാണ് മരിച്ചത്. വാളകം MLA ജംഗ്ഷന് സമീപം എതിർദിശയിൽ വന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കോട്ടയം ദേവീക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വഞ്ചികൾ തകർത്ത് പണം കവർന്നു. 5 കാണിക്ക വഞ്ചികളിൽ നിന്നാണ് പണം എടുത്തത്. 4 സംഘമാണ് മോഷണം നടത്തിയതെന്ന് CCTVയിൽ നിന്നും വ്യക്തമായി. കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുമായി യുവതി ഉൾപ്പെടെ 4 പേർ എക്സൈസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി എക്സൈസ് വിഭാഗമാണ് ഇവരെ പിടികൂടിയത്. അഴീക്കൽ ഭാഗത്തു നടത്തിയ റെയ്ഡിലാണ് അശ്വിനി കൃഷ്ണ, രജിത്, നിഷാദ്, അബസൽമാൻ മുഹമ്മദ് എന്നിവർ പിടിയിലായത്. കാടിറങ്ങുന്ന വന്യത. കടുവയും ചെന്നായ്ക്കളും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങിയതോടെ ഭീതിയുടെ മുൾമുനയിലാണ് നിലമ്പൂർ മൂലേപ്പാടം, പെരുവമ്പാടം നിവാസികൾ. മൂലേപ്പാടത്ത് കടുവ വളർത്തുപെട്ടിയെ പിടിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ പെരുവമ്പാടത്ത് ആടുകൾ ചെന്നായ്ക്കൾക്ക് ഇരകളായി. നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിൽ മൂലേപ്പാടം ഭാഗത്തെ 3000 വനമേഖലയിലാണ് കടുവയെ കണ്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1 മണിയോടെയാണ് പുറത്താനക്കുത്തിയിൽ കുട്ടിയച്ചന്റെ വീട്ടിലെ കൂട്ടിൽ കിടന്ന പട്ടിയെ കടുവ ആക്രമിച്ചത്. ശബ്ദം കേട്ട് പുറത്തുവന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ കടുവ ഓടിപ്പോകുന്നത് കണ്ടതായി കുട്ടിയച്ചൻ പറഞ്ഞു. കഴുത്തിന് കടിയേറ്റ നായ അവശനിലയിലാണ്. ഇതുവരെ ഈ മേഖലയിൽ കടുവയെ കണ്ടിട്ടില്ലെന്ന് 40 വർഷമായി ഇവിടെ താമസിക്കുന്ന കുട്ടിയച്ചൻ പറയുന്നു. കാട്ടിൽ നിന്ന് മുകളിൽ നിന്നാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഇല്ലാതിരുന്ന ഇത് ഫോറസ്റ്റുകാർ തന്നെ പിടിച്ചിട്ട് താഴെ ഭാഗത്ത് എവിടെയോ കൊണ്ടുവന്ന് വിട്ടിട്ട് അത് കയറി വരുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വീട്ടുമുറ്റത്തെ കൂട്ടിലുണ്ടായിരുന്ന നായയെ കടുവ പിടിച്ചുകൊണ്ടുപോയതായി കപ്പലുമാക്കൽ ജോസിന്റെ ഭാര്യ ഗ്രേസിയും പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് ഇത് കൊണ്ടുപോയത്. രാത്രി ഇങ്ങനെ ഞാൻ പട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് നിർത്തിയിരുന്നേ. രാവിലെ നോക്കുമ്പോൾ പട്ടിയില്ല. അന്നേരം കൂടി തന്നെ നോക്കുമ്പോഴത്തേനും തുടർന്ന് വലിച്ച് അങ്ങോട്ട് പറിച്ചോണ്ട് പോവുക ചെയ്തത്. മറ്റേതെങ്കിലും വനമേഖലയിൽ നിന്ന് പിടികൂടിയ കടുവയെ വനംവകുപ്പ് 3000 വനമേഖലയിൽ കൊണ്ടുവന്ന് വിട്ടതാകാമെന്നും പ്രദേശവാസികൾ സംശയിക്കുന്നുണ്ട്. പെരുവമ്പാടം ആദിവാസി കോളനിക്ക് സമീപം താമസിക്കുന്ന വടക്കേപ്പറമ്പിൽ പങ്കജാക്ഷിയുടെ 6 ആടുകളെയാണ് ചെന്നായ്ക്കൾ കൊന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ആക്രമണം. ചെന്നായ്ക്കൂട്ടം ആടുകളെ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് പങ്കജാക്ഷി പറയുന്നു. 5 മണിയായതിന് ശേഷമാണ് ഞാനും ഒച്ച കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആടിനെ ചെന്നായ്ക്കൾ പിടിച്ച് കടിച്ചു കീറിയത് കണ്ടത്. തോട്ടിലേക്ക് അതിനെയും കൊണ്ട് ഇപ്പം ചെന്നായ്ക്കൾ ഓടി. എൻ്റെ പുറകെ പിന്നാലെ ഓടാൻ എനിക്ക് വയ്യ. എൻ്റെ കാലിന് വേദനയാണ്. ഞാൻ ഓടിയില്ല. പെരുവമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടുകളെ ചെന്നായ്ക്കൾ കടിച്ചു കൊന്നത് തന്നെയാണെന്ന് വനപാലകരും വ്യക്തമാക്കി. അവിടെ ഇവിടെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും 2-3 എണ്ണത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെന്നായ തന്നെയാണ് ഞങ്ങളുടെ നിഗമനം. ഇവിടെ 150 പരിശോധിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ ആ ഏരിയ പോകുന്നുണ്ട്. എന്തായാലും ആനകളും കുരങ്ങുകളും കാട്ടുപന്നികളും മുൻപ് തന്നെ മേഖലയിലെ കർഷകർക്ക് വലിയ ആശങ്ക നൽകുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ കടുവയും ചെന്നായ്ക്കൂട്ടവും ഭീതി പരത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. മഞ്ഞുകാലമായതോടെ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന മൂന്നാറിന്റെ ടൂറിസം മേഖല ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മഴ മാറി മാനം തെളിഞ്ഞതോടെയുള്ള കാഴ്ചകൾ മൂന്നാറിനെ കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ശൈത്യകാലം ആരംഭിച്ചതോടെ മൂന്നാറിലും സഞ്ചാരികളുടെ തിരക്കാണ്. തെളിഞ്ഞ ആകാശവും താഴെ പരന്ന കാഴ്ചകളും തീർക്കുന്ന മൂന്നാറിലെ വശ്യമനോഹാരിതയ്ക്ക് ഒട്ടും കുറവില്ല.
പുളിനാമ്പുകളിൽ പോലും മഞ്ഞിൻ കണങ്ങൾ പറ്റിപ്പിടിച്ച് തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തണുപ്പേറുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ മുമ്പിൽ കണ്ട് സഞ്ചാരികളെ വരവേൽക്കുവാൻ മൂന്നാറിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഡിസംബർ എൻഡോടുകൂടി ഇനിയും നല്ല തണുപ്പുണ്ടാവും. നമ്മുടെ കേരള ഗസ്റ്റ് അല്ലാണ്ട് അതർ സ്റ്റേറ്റിലുള്ള ഗസ്റ്റുകളും ഒത്തിരി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനിയും കൂടുതൽ ഗസ്റ്റിനെ പ്രതീക്ഷിക്കുന്നു. മൂന്നാറിൽ ഒരു നല്ല മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാപ്രളയകാലം മുതൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് കാലവും അടച്ചിടലും എത്തിയതോടെ കാര്യങ്ങൾ പിന്നെയും സങ്കീർണമായി. അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിനോദസഞ്ചാരികളാണ് മൂന്നാറിനെ ഇപ്പോൾ സജീവമാക്കുന്നത്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കേറുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 മൂന്നാർ. മഞ്ഞുകാലത്തിന്റെയും ക്രിസ്മസിന്റെയും വരവറിയിച്ച് ഇടുക്കിയുടെ മലയോരങ്ങളിൽ ഡെയ്സി പൂക്കൾ നിറഞ്ഞു. ഡിസംബറിൽ പൂക്കുന്നതിനാൽ ക്രിസ്മസ് ട്രീ എന്നും ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. വെള്ള നിറത്തിലുള്ള ഡെയ്സി പൂക്കളാൽ സമൃദ്ധമാണ് ഇടുക്കിയുടെ താഴ്വരകൾ. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇവ പൂവിടുന്നത്. 10 അടിയിൽ കൂടുതൽ ഉയരത്തിൽ വളരുന്ന ചെടിക്ക് 50 വർഷത്തിലധികം ആയുസ്സുണ്ട്. തണുപ്പ് കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ പുഷ്പിക്കുന്ന പൂക്കൾക്ക് ചോക്ലേറ്റിന്റെ മണമാണ്. വിരിഞ്ഞ പൂക്കൾ കൊഴിഞ്ഞു പോയതിനു ശേഷം ഇളം മഞ്ഞ നിറത്തോടുകൂടിയ വിത്തുകൾ ചെടിയിൽ അവശേഷിക്കും. ശീതകാല മേഖലയിൽ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന ഇവയ്ക്ക് വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുമെന്നും കരുതുന്നു. മഞ്ഞുകാലത്താണ് ഡെയ്സി പുഷ്പിക്കുന്നത്. ഇടുക്കി സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കും ഇവ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ വൈദ്യുതി വകുപ്പ് കൈവശം വച്ചിരിക്കുന്ന ഭൂമി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 6 പതിറ്റാണ്ടിനു മുൻപ് വൈദ്യുതി വകുപ്പ് കൈവശപ്പെടുത്തിയ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇടുക്കി പദ്ധതിക്കായി വൈദ്യുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കും കനേഡിയൻ കമ്പനി അധികൃതർക്കും താമസിക്കുന്നതിനും ബന്ധപ്പെട്ട ഓഫീസുകളുടെ പ്രവർത്തനത്തിനുമാണ് ജില്ലാ ആസ്ഥാനത്ത് സ്ഥലം വിട്ടുകൊടുത്തത്. എന്നാൽ പദ്ധതി പൂർത്തീകരിച്ച ശേഷം സ്ഥലം തിരികെ ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല. വേണ്ടത്ര സ്ഥല സൗകര്യമില്ലാത്തതുമൂലം ജില്ലാ ആസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിട്ടും സർക്കാർ ഇക്കാര്യം പരിഗണിക്കാത്തതിനെതിരെ ആക്ഷേപം ശക്തമാണ്. ഇവിടെ ജില്ലാ ആസ്ഥാന മേഖലയിൽ സ്ഥലമില്ലാത്ത കാരണത്താലും വിവിധങ്ങളായി ഓഫീസുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴാണ് KC ബോർഡിൻ്റെ കയ്യിൽ റവന്യൂ ഭൂമിയായിരിക്കുന്ന ഈ സ്ഥലം വെറുതെ കടന്നു പോകുന്നത്. ഇത് ജില്ലാ പഞ്ചായത്ത് KC ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുവാൻ തുടങ്ങിയതാണ്. അത് മുകളിൽ നിന്നുള്ള പ്രഷറോ എന്തൊക്കെയോ കാരണത്താൽ അത് വീണ്ടും തടസ്സപ്പെട്ടു. KSEB നിർമ്മിച്ചിട്ടുള്ള ചുരുക്കം ചില കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. ബാക്കിയുള്ള കെട്ടിടങ്ങളും 200 ഹെക്ടറോളം സ്ഥലവും കാട് കയറി കിടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പലതവണ പൂർത്തിയാക്കിയെങ്കിലും വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ സംഘടനകൾ ഇടപെട്ട് നടപടികൾ തടസ്സപ്പെടുത്തി. ജില്ലാ ആസ്ഥാനത്ത് റവന്യൂ ടവർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും വൈദ്യുതി വകുപ്പ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാലടി ശ്രീ ശങ്കര പാലം തുറന്നു. സാങ്കേതിക പരിശോധനയുമായി ബന്ധപ്പെട്ട് പാലം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു. പാലത്തിന്റെ നിലവിലെ സ്ഥിതി, ഭാരം വഹിക്കുന്നതിനുള്ള ശേഷി, കോൺക്രീറ്റിന്റെ ബലം, വിവിധ ഘടകങ്ങൾക്കുള്ള കേടുപാടുകൾ എന്നിവ സംബന്ധിച്ച വിശദമായ പഠനം നടത്തി. മൊബൈൽ ബ്രിഡ്ജ് ഇൻസ്പെക്ഷൻ യൂണിറ്റാണ് പരിശോധിച്ചത്. പരിശോധന പൂർത്തിയായതോടെ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. ഡൽഹിയിലെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായിട്ടാണ് പഠനം നടത്തുന്നത്. 1 മാസത്തിനുള്ളിൽ ഇവർ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. 1963 നിർമ്മിച്ച പാലത്തിന് 13 സ്പാനുകളിലായി 411.48 മീറ്ററാണ് നീളം. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും പുതിയ പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാർ പ്രക്ഷോഭത്തിലായിരുന്നു. MC റോഡിലെ പ്രധാന പാലങ്ങളിൽ ഒന്നാണ് കാലടി പാലം. ന്യൂസ് 18 കാലടി. ആക്രമണം ഭയന്നാണ് പട്ടാമ്പി കൊടലൂരിലെ ജനങ്ങൾ കഴിയുന്നത്. കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്ത് പേപ്പട്ടി വിലസി നടക്കുകയാണ്. ഇതുവരെ 12 പേർക്കാണ് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ കടിയേറ്റത്. പട്ടാമ്പി കൊടലൂർ പ്രദേശം ഒന്നാകെ പേപ്പട്ടി ഭീതിയിലാണ്. നിരവധി പേർക്ക് കടിയേറ്റു. ആക്രമണത്തിൽ 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 12 പേർക്കാണ് പരിക്കേറ്റത്. ഇവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി.
രാവിലെ വീടിന് പുറത്തിറങ്ങിയവരെയും ജോലിക്ക് പോയവരെയും ഒക്കെയാണ് പേപ്പട്ടി കടിച്ചത്. നായയെ പിടികൂടാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. രാവിലെ മുറ്റടിക്കുന്ന സമയത്ത് നായ വന്ന് നേരിട്ട് കയ്യിലെ ഫസ്റ്റ് കടിച്ചത്. പിന്നെ ഞാൻ വീണപ്പോൾ ബാക്കി ശരീരത്തിന്റെ സൈഡിലൊക്കെ കടി കിട്ടി. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് വീടിന്റെ ബാക്കിൽ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നായ വന്ന് കടിച്ചത്. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നീന്ന് പെട്ടെന്ന് തന്നെ നായ വന്ന് കടിച്ച് പിന്നെ നായ പെട്ടെന്ന് ഓടിപ്പോയത്. പേപ്പട്ടി പ്രദേശത്തെ തെരുവുനായകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചതിനാൽ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. തെരുവുനായ ശല്യത്തിനും പേപ്പട്ടിയെ പിടികൂടുന്നതിനും നടപടി ഉണ്ടാകണമെന്ന് വാർഡ് കൗൺസിലർ സെയ്തലവി ആവശ്യപ്പെട്ടു. ആരാണ് ഇതിൽ ഇടപെടേണ്ടതെന്ന് അറിയാൻ കഴിയുന്നില്ല. സുപ്രീം കോടതി വിധിയുള്ളത് കാരണം പല ആളുകളും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഞങ്ങൾ നാട്ടുകാർ 2-3 ദിവസമായി ഇതിനെ പിടിക്കാൻ വല്ല പാവുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ പിടിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളും ഇതിൽ തന്നെയാണ്. പേപ്പട്ടിയെ പേടിച്ച് ആശങ്കയോടെയാണ് കുട്ടികളടക്കം സഞ്ചരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ജനസൗഹൃദ സേവന കേന്ദ്രമാക്കും. കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ പരിമിതികൾക്ക് പരിഹാരം കാണുന്നതിനും ജനസൗഹൃദ സേവന കേന്ദ്രമാക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങളാണ് നടത്തുക. ഇതിനു മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണോ, അതോടൊപ്പം ഇവിടെ മറ്റു പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ 1-2 റിക്വസ്റ്റുകൾ, ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്റ്റേഷനിലുള്ള പരിമിതികളെക്കുറിച്ചും ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ മുനീർ, SI ബിന്ദുലാൽ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച ചെയ്തു. സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഇരിക്കാനും മറ്റുമായി വിശ്രമസ്ഥലം ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പോലീസ് സ്റ്റേഷന് പുറകിൽ ശോചനീയാവസ്ഥ നേരിടുന്ന കെട്ടിടവും പരിസരവും MLA സന്ദർശിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.